കേരളത്തിൽ വരും ദിവസങ്ങളിലും വരുന്ന അടുത്ത മണിക്കൂറിലും കൊടും മഴ, ശക്തമായ മഴ, അതിശക്തമായ മഴയാണ് പെയ്യാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പുകൾ കൂടി വരികയാണ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ കാലവർഷം അതിശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട്, റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് എന്നീ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു. നാളെ മുതൽ സംസ്ഥാനത്ത് മഴ അതിതീവ്രമാകുമെന്നാണ് പ്രവചനം. അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. ഈ സീസണിലെ ആദ്യ റെഡ് അലേർട്ടാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. തീവ്രമഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ച 5 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്തിട്ടുള്ളത്. ഇതിനെ തുടർന്നാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ്. തൊട്ടടുത്ത ദിവസമായ ഞായറാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും റെഡ് അലേർട്ട് ആയിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ താമസിക്കുന്ന ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. വരും ദിവസങ്ങളിലെ അലേർട്ടുകൾ പരിശോധിച്ചാൽ ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള മറ്റ് ജില്ലകളിലും ഇടുക്കിയിലും യെല്ലോ അലേർട്ടുമാണ് നിലവിലുള്ളത്. ശനിയാഴ്ച പത്തനംതിട്ട ജില്ലയിലും കോട്ടയം മുതൽ പാലക്കാട് വരെയുള്ള ഇടുക്കി, എറണാകുളം, കോട്ടയം, തൃശൂർ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലയിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലേർട്ടുകൾ മാറിമറിയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തിരുവനന്തപുരത്ത് യെല്ലോ അലേർട്ട് ആണെങ്കിലും അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നു. തുടർന്ന് വാമനപുരം നദി അടക്കമുള്ള നദികളിൽ വെള്ളത്തിന്റെ നില ഉയരുകയാണ്. ഞായറാഴ്ച തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും ആയിരിക്കും. തുടർന്ന് തിങ്കളാഴ്ച കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും പത്തനംതിട്ട മുതൽ പാലക്കാട് വരെയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. കനത്ത മഴയ്ക്കൊപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റും നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടയം അമഞ്ചേരിയിൽ കനത്ത മഴയെ തുടർന്ന് വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണ് അപകടമുണ്ടായി. കാഞ്ഞിരങ്കാലയിൽ ബിനോയ് മാത്യുവിന്റെ വീടാണ് തകർന്നത്. അപകടത്തിൽ ബിനോയിയുടെ ഭാര്യ ടിനു, മക്കളായ എബിൽ, ബ്രയാൻ എന്നിവരുൾപ്പെടെ വീട്ടിലുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേറ്റു. വെളുപ്പിനെ ഉണ്ടായ ഈ അപകടത്തിൽ പരിക്കേറ്റവരെ തെള്ളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് ലഭിക്കുന്ന വിവരം. കോഴിക്കോട് നഗരത്തിൽ രാവിലെ 10 മണിയോടെ കനത്ത കാറ്റാണ് അനുഭവപ്പെട്ടത്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. ഈ കിഡ്സൺ കോർണറിൽ LIC ഓഫീസിന് പുറകിലേക്ക് മരം മുറിഞ്ഞു വീണതും പരക്കെ പരിഭ്രാന്തി പരത്തി. മഴ ശക്തമായതോടുകൂടി കേന്ദ്ര കാലാവസ്ഥാ കമ്മീഷൻ സംസ്ഥാനത്ത് പ്രളയ സാധ്യതാ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കരമനയാറ്റിലും, അതായത് വെള്ളക്കടവ് സ്റ്റേഷൻ, പത്തനംതിട്ടയിലെ മണിമലയാറ്റിലുമാണ് കല്ലൂപ്പാറ സ്റ്റേഷൻ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത്. ഈ നദികളിൽ ഒരു കാരണവശാലും ആരും ഇറങ്ങരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദീതീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണമെന്നും അധികൃതർ മുന്നറിയിപ്പിൽ വ്യക്തമാകുന്നു. പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരിത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതുമാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്ററുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ ഈ kerala.gov.wind warning എന്ന ലിങ്കിൽ ലഭ്യമാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കരുത്. നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതുമല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാനും പാടില്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ്
വെള്ളപ്പൊക്കം മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത മുന്നിൽ കാണണം. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്നതിനിടയിൽ വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാകേണ്ടത്. മരങ്ങൾ കൊത്തി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ദുരന്തസാധ്യത മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തന്നെ തയ്യാറാക്കേണ്ടതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ താലൂക്കിലടക്കം നിരവധി ഇടങ്ങളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24/7 അതായത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറിലൊക്കെ തന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകൾ എങ്ങനെയാണ് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത് എന്നും ഏതു തരത്തിലാണ് അലർട്ടുകളെ മനസ്സിലാക്കേണ്ടതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് പുസ്തകം 2025 വിശദീകരിക്കുന്നുണ്ട്. അത് kerala.gov.orange book of disaster എന്ന ലിങ്കിൽ ലഭ്യമാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനനുസരിച്ച് അലർട്ടുകളിൽ മാറ്റം വരുന്നതാണ് എന്നാണ് വ്യക്തമാകുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ പേജുകളും പരിശോധിക്കേണ്ടതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വരുന്ന മണിക്കൂറിൽ അതിശക്തമായ മഴയാണ് പെയ്യാൻ